സാർ, ഈ പോലീസിലെ ഒരു വിഭാഗവും ഗുണ്ടകളും തമ്മിലുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ അതൊരു പരസ്യമായ കൂട്ടുകെട്ടായി മാറി. ഈ ഡിസംബർ ഈ മാസം അവസാനം വിരമിക്കേണ്ട ഒരു DYSP ഉൾപ്പെടെ 3 പേര് തമ്മനത്തെ ഒരു ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിൽ നടന്ന വിരുന്നിൽ പങ്കെടുക്കുന്നു. പോലീസ് അന്വേഷിച്ചെത്തുന്നു. എന്താണ് ഈ പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം? ഗുണ്ടകളുമായിട്ടുള്ള ബന്ധം അത്ര പുതിയതൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് പണ്ടൊക്കെ ഈ വലിയ തോതിൽ ഇപ്പോൾ ഈ കോടീശ്വരന്മാരായ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ മുമ്പ് തന്നെ ഈ ചില കള്ളന്മാരെയൊക്കെ പഴയ കാലത്തൊക്കെ ചില കള്ളന്മാരെയൊക്കെ ചില സ്ഥലത്തൊക്കെ മോഷ്ടിക്കാനൊക്കെ ഏൽപ്പിച്ചിട്ട് ആ മോഷണം മുതൽ കൈവശപ്പെടുത്തുന്ന പണ്ട് ഈ ട്രൗസറൊക്കെ ഇട്ട് നടന്ന കാലത്തെ പോലീസില്ലേ, കൊമ്പൻ മീശയൊക്കെ വെച്ചിട്ട്, ആ കാലത്ത് അങ്ങനത്തെ കഥകൾ ധാരാളം കേൾക്കാറുണ്ട്. ആ കൂട്ടത്തിൽ ചില അഭിഭാഷകരുള്ളതുമൊക്കെ ആയിട്ട് ആ കാലത്തൊക്കെ പറയാറുണ്ടായിരുന്നു. ഇതിപ്പോൾ ഈ മയക്കുമരുന്ന് വലിയ തോതിൽ വലിയ വിലയൊക്കെയാണല്ലോ. അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് വരുന്നുള്ളൂ എങ്കിലും അതിന് കോടികളുടെ വിലയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഈ കേരളത്തിലെ ഗുണ്ടകൾ പല ആളുകളും മയക്കുമരുന്ന് ഗാങ്ങുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ഈ പോലീസിൻ്റെ തന്നെ വിവരങ്ങളിലും കോടതി രേഖകളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടിയിട്ട് DGP എല്ലാവർക്കും ഒരു സർക്കുലർ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1800 ഗുണ്ടകൾ കേരളത്തിൽ ഉണ്ട്, അവരെ മുഴുവൻ പിടിച്ച് തടവിൽ വെക്കണം എന്ന് DGP ഈ ADGPക്കും IG-മാർക്കും ഒക്കെ ഒരു സർക്കുലർ അയച്ചിരുന്നു. എന്നിട്ട് 1773 ഗുണ്ടകളെ പറ്റി ഇന്ന ആളുകളാണെന്നൊക്കെ വിവരമൊക്കെ ഉണ്ട്. അവരിപ്പോൾ പലപ്പോഴും കുറച്ച് നാളൊക്കെ പോലീസിൻ്റെ കൂടെ നിൽക്കുമായിരിക്കും, ചില സമയത്ത് പോലീസിനെ തന്നെ ആക്രമിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ 1800 ഗുണ്ടകളെ പിടിക്കണമെന്ന് DGP പറഞ്ഞിട്ട് അതിൽ 107 പേരെ മാത്രമാണ് അകത്തിട്ടത്. ആ 107 തന്നെ അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം പോലീസ് സ്വമേധയാ ചെയ്തതല്ല, അവരുടെ ജാമ്യം കോടതി റദ്ദാക്കിയത് കൊണ്ട് മാത്രമാണ് ഈ 107 പേരെ കിട്ടിയത്. അപ്പോൾ പോലീസ് ഈ കാര്യത്തിൽ പോലും 1800 പേരെ പിടിച്ച് തെരഞ്ഞെടുപ്പ് മര്യാദയ്ക്ക് നടത്താൻ വേണ്ടി പിടിച്ച് തടവിൽ വെക്കാൻ പറഞ്ഞപ്പോൾ പോലും DGP പറഞ്ഞത് പോലും കേട്ടിട്ടില്ല. അടുത്ത കാലത്ത് തന്നെ DGP ഒരു ഓൺലൈൻ കോൺഫറൻസ് നടത്തിയതിൽ അവിടെ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ട് ഈ ഗുണ്ടകളെ പറ്റി പറയാതെ പിന്നെ ഒരു കുട്ടിയുടെ നാവിൽ ഓപ്പറേഷൻ ചെയ്തത് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു എന്ന് പറഞ്ഞ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ DGP ക്ഷുഭിതനായിരുന്നു. കാരണം ഗുണ്ടകളുടെ കാര്യവും വലിയ ക്രൈമിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് ഒരു ആശുപത്രിയിലെ സംഭവം ഇതാണിപ്പോൾ കോഴിക്കോട് ഉണ്ടായത് എന്നങ്ങേര് പറഞ്ഞു. മാത്രമല്ല അതിൽ 2 പേര് പങ്കെടുത്ത്, ചില ആളുകൾ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല ചിലർ ഈ ഓൺലൈൻ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 2-3 SP-മാർ അത് നിർത്തിവെച്ചിട്ട് അങ്ങ് പോയി. ഇത് ഇത്ര ഗൗരവമേ കൊടുക്കുന്നുള്ളൂ ഒരു DGP വിളിച്ചാൽ അല്ലേ? അത് അത്ര ഗൗരവമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ അല്ലായിരുന്നു ഇവിടെ. ഒറ്റ IG ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഈ N ചന്ദ്രശേഖരൻ നായർ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ എഴുതിയിട്ടുണ്ട്, സർവീസ് സ്റ്റോറി. പുന്നപ്ര വയലാറ് കാലത്തൊക്കെ IG ആയിരുന്ന ആളാണ്. അപ്പോൾ ഈ മറ്റേ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് DGP പറഞ്ഞാൽ പോലും കേൾക്കണ്ട. സാധാരണ സല്യൂട്ട് ചെയ്ത് ഈ മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ ശരിക്ക് ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടിയാണല്ലോ. ഇത് ക്ലോസ് ചെയ്തിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എന്ന് വരുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം, രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ സ്വാധീനത്തിൽ എന്താന്ന് വെച്ചാൽ മറ്റേ പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഗുണ്ടകൾ ഇവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഗുണ്ടകളായവർ ചിലപ്പോൾ പിന്നീട് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകളായിരുന്നവർ പിന്നെ തൃണമൂലിന്റെ ഗുണ്ടകളായ ശേഷം മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ തന്നെ തല്ലുന്ന പരിപാടിയൊക്കെ നടന്നില്ല. അവിടെ മീറ്റിംഗ് തന്നെ ജില്ലാ സമ്മേളനങ്ങൾ തന്നെ നടത്താൻ പറ്റാതെ വന്നിട്ട് 4 ജില്ലാ സമ്മേളനങ്ങൾ ഒന്നിച്ച് ഒരു കല്യാണ മണ്ഡപത്തിൽ നടത്തുക, അങ്ങനെയൊക്കെ ആ പാർട്ടിയുടെ അവസ്ഥയായിപ്പോയി. ഗുണ്ടകളെ ഉപയോഗിക്കുന്ന ഗുണ്ട എന്ന് പറയുന്നത് ഒരു ഗുണ്ടയുടെ ഉപജീവന മാർഗമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ
ഇവരിപ്പോ ചാനലുകളിലൊക്കെ ചർച്ചയ്ക്ക് വരുന്നുണ്ട്, ഗസ്റ്റ് ആയിട്ട് വലിയ സമൂഹത്തിൽ ഇപ്പൊ നല്ല നിലയും വലിയൊക്കെ ആയി അവര്. സാറേ, ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം പറഞ്ഞാല് തമ്മനം ഫൈസൽ എന്ന് പറയുന്ന ഒരു ഗുണ്ടയുടെ വീട്ടിലാണ് ഈ DYSP 3 പോലീസുകാരും. സാബു അയാളുടെ പേര് ശരിക്കും ജോർജ് എന്നാ. അല്ലല്ല, ആ പോലീസുകാരന്റെ സാബു, അത് തന്നെ. ആ സാബുവിന് ഈ 31-ാം തീയതി വലിയ റിട്ടയർമെന്റ് ഫംഗ്ഷനൊക്കെ നടത്തായിരുന്നു ആലപ്പുഴ. അതിന് പന്തലൊക്കെ കിട്ടിയത് അതൊക്കെ പൊളിച്ചു മാറ്റിയത് ഇപ്പം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന ഗുണ്ടകൾ ഒരു വിരുന്നിന് വിളിക്കുമ്പോൾ പോടി ചെല്ലാനുള്ളതാണ് ഒരു DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ? അങ്ങനെയാണെങ്കിൽ ഈ മോൻസൺ മാവുങ്കൽ കേസിലോ IG അതില് ഐജിയോ DGP ബെഹ്റ മോൻസൺ മാവുങ്കലിന്റെ കൂടെ സെൽഫി എടുത്തിട്ടില്ലേ? അതെ, മനോജ് പിന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട വേറെ ധാരാളം പോലീസുകാരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ മനോജ് അബ്രഹാമിനെ പറ്റി ചിലപ്പോൾ അത്ര പറയണ്ടായിരിക്കും, കാരണം അദ്ദേഹം ഭജന പ്രഘോഷണവും കൂടി നടത്തുന്ന ഒരാളല്ലേ. ഈ താഴേനെ വളഞ്ഞു മേളി വരെ ചെല്ലുന്നു എന്നാണോ സാറ് പറയുന്നത് പോലീസ്? ഏറ്റവും മുകളിലെ ആളുകൾക്ക് പറയാനായിട്ട് നമ്മൾ നമ്മുടേതായ ഒരു ധാർമ്മിക ജീവിതം നയിച്ചാലല്ലേ ആ കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഈ അപ്രൈറ്റ് ആയിരിക്കണമല്ലോ ഈ പറയുന്ന ആള്. അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഈ സാറ് DGPയോ മറ്റേ IGയോ നിലവിളിച്ചാൽ തന്നെ ചെവി പോയിട്ട് തെറി പറയാവുന്ന അവസ്ഥയല്ലേ? സാറ് അങ്ങനെ ചെയ്തതല്ലേ ഇല്ലേ? ഈ DYSP സാബുവിന് ഇത് പറയാനായിട്ട് എന്തെങ്കിലും വോയിസ് ഉണ്ടോ? കാരണം സാബു ഇത് ചെയ്യുന്നു എന്നുള്ളത് താഴെയുള്ള 3 പോലീസുകാർ കൂടെ ഉണ്ടില്ലേ, പോയിട്ടില്ലേ? തമ്മനം ഫൈസല്. അപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമല്ല, ഈ മുമ്പ് ഒരു മുത്തൂറ്റ് കുടുംബത്തിലെ ഒരു യുവാവ് മരിച്ചിരുന്നു, ഒരാളെ കാറിനകത്ത് വെച്ച് കുത്തിക്കൊന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഒരു നടിയെ തട്ടിക്കൊണ്ടുപോയ കേസ്, ആ കേസിലൊക്കെയുള്ള ഈ ഗുണ്ടകളെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു പക്ഷേ പോലീസ് ആയിരിക്കില്ലേ? അതുകൊണ്ടല്ലേ ഇവർക്ക് ഇത്ര ധൈര്യമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്നത്? അന്നത്തെ ഈ അന്വേഷണത്തിൽ ഒരുപാട് മാധ്യമ വാർത്തകളും വന്നു പോലീസുമായിട്ടുള്ള ഒരു രഹസ്യ ബാന്ധവം ഇവർക്കുണ്ടെന്ന്. അത് ആ ബന്ധം സത്യത്തിൽ പുതിയതൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സംരക്ഷണം കിട്ടുന്നതുകൊണ്ടാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഒരു DGP ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞിടത്തോളം മറ്റേ പൊളിറ്റിക്കൽ സെക്രട്ടറി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളാണ്. അതാണ് എനിക്ക് പറയാനായിട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ട്രെയിൻ അതിലും ഒരാളെ ആ വിജയനെ കുറെ നാൾ ഒതുക്കിയിരുന്നു. അതെ, ഇപ്പൊ ADGP പദവി കൊടുക്കേണ്ടി വന്നു. അതെ, ഇപ്പോ ട്രെയിനിങ് കോളേജിലോ മറ്റോ ആണ് ജോലി കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അതെ, മാത്രമല്ല പിന്നെ ഈ വിജയന്റെ പേരിൽ പല രസം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ നമ്മുടെ ഇൻബോക്സിലൊക്കെ വന്നിട്ട് ഫേസ്ബുക്കില് എനിക്ക് കുറച്ച് പൈസ വേണമെന്നൊക്കെ ചോദിക്കുന്ന ഈ ഉത്തരേന്ത്യൻ തട്ടിപ്പുകാരും ഒക്കെ വരാൻ തുടങ്ങി. എനിക്കും കിട്ടിയിരുന്നു. എന്നിട്ട് P വിജയന്റെ പേജിൽ ഞാൻ നോക്കിപ്പോയപ്പോ എന്റെ പേരിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടെന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടിരിക്കുന്നു ഈ കാലഘട്ടത്തില്. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പോലീസിന്റെ അവസ്ഥ. കാരണം വരമ്പത്ത് കൂലി എന്നുള്ളതാണ് പ്രത്യയശാസ്ത്ര നയം. ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര നയം എന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവ് അക്കാലത്ത് പറഞ്ഞതാണ്. സാറേ, കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഗുണ്ടകളുടെ വലിയൊരു സംഘം. ഈ തമ്മനം ഫൈസൽ എന്നാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. നമ്മൾ ഈ തമ്മനം എന്ന സ്ഥലപ്പേരുമായി കേട്ട മറ്റു ചില ഗുണ്ടകൾ. അപ്പൊ ഈ ഗുണ്ടകൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ പ്രതിരോധം തീർക്കാനാണ് ഗുണ്ടയായി മാറിയത്, അല്ലെങ്കിൽ ഞാൻ ഗുണ്ടയൊന്നും അല്ല എന്നുള്ള രീതിയിലുള്ള അഭിമുഖങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുന്നു. എന്നെ ഒരാൾ ആക്രമിക്കാൻ വരുന്നു, അപ്പോൾ എനിക്ക് പ്രതിരോധിക്കണ്ടേ, അങ്ങനെ ഞാൻ പ്രതിരോധിച്ചു, കുറെ ആളുകൾ വരുന്നു. ഇങ്ങനെയാണോ ഗുണ്ടകൾ ഉണ്ടായി വരുന്നത്? അത് സത്യമായിരിക്കും? പക്ഷേ അതിന് വേറൊരു വേർഷൻ മുഖ്യമന്ത്രി തന്നിട്ടുണ്ട്. നടത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പലതിനെയും പലതരത്തിൽ ലേബൽ ചെയ്യാമല്ലോ. ഈ അരാജകവാദത്തിന്റെ മൊത്തക്കച്ചവടമാണ് ഈ കേരളത്തിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കപട മതേതരവാദികൾ എന്ന് പറയുന്നത് സമൂഹം നന്നായിട്ട് നടക്കണം എന്നൊന്നും അതിൻ്റെ അകത്തില്ല. ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാറില്ലേ? നക്സലൈറ്റുകളെ സപ്പോർട്ട് ചെയ്യുക ഇല്ലേ, നഗര നക്സലുകളെ സപ്പോർട്ട് ചെയ്യുക, അർബൻ നക്സൽസ് എന്ന് പറഞ്ഞിട്ട് നൗലാഖ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ന്യൂസ് ക്ലിക്കും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന, പിന്നെ ഒരു ഹാനി ബാബു, ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ നിന്നൊക്കെ വലിയ സംരക്ഷണമാണ്. അപ്പൊ ഈ ഗുണ്ടകളുമായിട്ട് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ മയക്കുമരുന്നുമായിട്ട് വലിയ ബന്ധമുള്ളത് കൊണ്ടാണ് ഈ പോലീസുകാർക്ക് വലിയ പൈസ കിട്ടുന്നത് അതിൻ്റെ അകത്ത്. അത് കിട്ടുന്നത് തന്നെ മുഴുവനായിട്ട് ഒരു സിനിമാ നടനെ നേരത്തെ പിടിച്ചിരുന്നപ്പോൾ തന്നെ അതൊക്കെ വിട്ടുപോയല്ലോ. അപ്പോൾ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 40 ഗാങ്ങുകൾ
പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ. ആ 40 ഗാങ്ങുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 470 ഗുണ്ടകളുണ്ട് എന്ന് ബാംഗ്ലൂരിൽ ഒരു ഡ്രഗ് കേസിലെ അറസ്റ്റിന് ശേഷം ഈ പോലീസുകാർ കണക്കാക്കിയിരുന്നു. അപ്പോൾ ആ 470 ഗുണ്ടകൾ ഉണ്ടെങ്കിൽ ആ ഗുണ്ടകൾക്ക് പ്രത്യേകിച്ച് ഒന്നും കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ കരുതേണ്ടതില്ല. കാരണം അവർ പോലീസിനെ നയിക്കുകയും, ഇതിപ്പോ ഒരു സാബുവിന്റെ കേസല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഒരു വിരുന്നൊക്കെ എത്രണ്ണം ഇവിടെ നടക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസമല്ലേ ആ തൃശ്ശൂർ ഭാഗത്ത് അതെ തന്നെ ഒരു അച്ഛന്റെ മരണത്തിന് വരാൻ പറ്റാത്തവരെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് ആവേശം സിനിമയുടെ പാർട്ടി, ആവേശം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് എന്താ മോനെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സിനിമയൊക്കെ ഭയങ്കര ഹിറ്റ് ഇതായിരുന്നു. അപ്പല്ലേ മറ്റേ ഈ കുറെ കേസുകൾ കുപ്പികളുടെ ചുമന്നു കൊണ്ടുപോകുന്ന വീഡിയോ എല്ലാം എന്നിട്ട് എന്താ സംഭവിച്ചത്? അതൊരു പാടത്തിന് നടുവിലും കണ്ട് വെച്ചാണ് ഈ പാർട്ടി നടത്തിയത്. അതെ, കാറിലൊക്കെയാണ് ഒരു ആ വിട്ടയക്കപ്പെട്ട ഗുണ്ട ഈ മറ്റേ ഫഹദ് ഫാസിൽ വരുന്ന പോലെയാണ് കാറിൽ വന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഈ ഗുണ്ടകൾക്ക് എന്താ സംഭവിച്ചത്? ഒന്നുമില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, 107 പേര് മാത്രമേ 1800 DGP പറഞ്ഞിട്ട് നടന്നിട്ടില്ല. കാരണം DGP അല്ല കേരള പോലീസിനെ ഭരിക്കുന്നത്, MR അജിത് കുമാറാണെന്നേ ഭരിക്കുന്നത്. MR അജിത് കുമാറിന്റെ റെക്കോർഡ് എന്താണ്? എത്ര പേരെ പിടിച്ചിട്ടുണ്ട് മുമ്പ്, എത്ര കേസുകൾ തെളിയിച്ചിട്ടുണ്ട് ഇല്ലേ? ഈ അവസ്ഥയിലാണ്. അപ്പോൾ അദ്ദേഹത്തിനും രാഷ്ട്രീയ സംരക്ഷണമുണ്ട്, മറ്റ് ഈ താഴെയുള്ള ഇങ്ങനത്തെ ആളുകൾക്കും ഉണ്ട്. എന്നിട്ട് നേരത്തെ ഈ 3 മാസം കൂടുമ്പോൾ ഇതൊക്കെ വിലയിരുത്താനായിട്ട് മീറ്റിംഗ് വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് 6 മാസം കൂടുമ്പോഴും നടക്കുന്നില്ല. ഈ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ ഇങ്ങനത്തെ ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കുമൊക്കെ ഇതാണ്. ഈ ഗുണ്ടകളെല്ലാം കൂടി ഗുണ്ടകളിപ്പോൾ അതിൻ്റെ പ്രാധാന്യമായിട്ട് പറയുന്നത്, മുമ്പ് നഗരങ്ങളിലാണ് ഇവർ കേന്ദ്രീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പം അങ്ങനെയല്ല, ഗ്രാമങ്ങളിലും അവർ കേന്ദ്രീകരിച്ച് സംഘങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഗ്രാമങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ മയക്കുമരുന്ന് സംഭവങ്ങൾ. 142 കൊലപാതകങ്ങൾ. സാർ, ഇപ്പോൾ ഈ ടൂറിസം വകുപ്പിന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഗുണ്ടകളുടെ സ്വന്തം നാടെന്ന് പേര് മാറ്റേണ്ടി വരുമോ? അങ്ങനെ മാറ്റേണ്ടി വരുമായിരിക്കും. പക്ഷെ ടൂറിസം വകുപ്പ് മറ്റേ ബാർക്കോഴ സംഭവത്തിൽ എല്ലാത്തിനകത്തും അഴിമതിയാണ്. കാരണം ഒന്നിലും സത്യത്തിൽ മന്ത്രി ഇല്ല, മന്ത്രി ഒന്നും അറിയുന്നില്ല. ഡൽഹിയിലെ ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെയാണ്, എല്ലാം ടൂറിസം ഡയറക്ടർ ചെയ്യുന്നതാണ്. ടൂറിസം ഡയറക്ടറല്ലേ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാകണോ ഗുണ്ടകളുടെ സ്വന്തം നാടാകണോ എന്നും തീരുമാനിക്കുന്നത്. അങ്ങനെയല്ലേ റിയാസ് പറയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പൊ നമുക്ക് ഗുണ്ടകളുടെ അമർച്ച ചെയ്യുമോ എന്നൊക്കെ ഉള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും.